ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2 അധ്യായങ്ങൾ നമ്മൾ വായിച്ച് ധ്യാനിച്ചു കഴിഞ്ഞു. ഇന്ന് 3-ാമത്തെ അധ്യായം നമുക്ക് ആരംഭിക്കാം. ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പിൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല, അത് നിങ്ങൾക്ക് ഉറപ്പുമാകുന്നു. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ. സഭയിലെ സഹവിശ്വാസികൾ എൻ്റെ സഹോദരനാണ്, എൻ്റെ സഹോദരിയാണ് എന്നുള്ളതായ ആ ഒരു ബന്ധം, ആത്മബന്ധം, അതാണ് ഒരു സഭയിലെ വിശ്വാസികൾ തമ്മിലുള്ളതായ ബന്ധത്തിൻ്റെ ഊഷ്മളതയും അതിനാവശ്യമായിട്ടുള്ള എല്ലാ നിർമ്മലതയും നൽകുന്നത്. പലപ്പോഴും എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി, അല്ലെങ്കിൽ എൻ്റെ സഭ, അതുപോലെ സഭയിലെ കുഞ്ഞുങ്ങളെക്കുറിച്ച് എൻ്റെ കുഞ്ഞുങ്ങൾ, ഇങ്ങനെയുള്ളതായ ഒരു മനോഭാവത്തിലേക്ക് നമുക്ക് എന്ന് എത്തിച്ചേരുവാൻ കഴിയുന്നുവോ അന്ന് മാത്രമേ നമുക്ക് ഒരു സഭയുടെ അംഗം എന്നുള്ള നിലയിൽ, ഒരു ശരീരം എന്നുള്ള നിലയിൽ നാം പ്രവർത്തിക്കുന്നു എന്ന് പറയുവാനായിട്ട് കഴിയുള്ളൂ. പലപ്പോഴും നമ്മുടെ കാര്യം പോലെ, നമ്മുടെ വിഷയങ്ങൾ പോലെ നമ്മുടെ സഹോദരങ്ങളുടെ വിഷയങ്ങൾ കാണുവാനും ഒന്നും ആളുകൾക്ക് ഇന്ന് പൊതുവെ കഴിയാറില്ല. അത് ഒരു വലിയ പരാജയമാണ്. സഭ എന്ന് പറയുന്നത് ഒരു ശരീരമാണ്. ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും, ഒരവയവത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാ അവയവങ്ങളും വേദനിക്കുകയും ഒരവയവത്തിന് വരുന്ന സന്തോഷം എല്ലാ അവയവങ്ങളുടെയും സന്തോഷവും, അതുപോലെ തന്നെ അങ്ങനെ ഒത്തൊരുമയും ഒക്കെ സഭയുടെ യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള പ്രത്യേകതകളാണ്, സ്വഭാവ വിശേഷതകളാണ്. അങ്ങനെ ഉണ്ടാകാത്ത പക്ഷം, ജിജി സിസ്റ്ററെ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, താങ്ക് യു. അങ്ങനെ ഉണ്ടാകാത്ത പക്ഷം നമ്മൾ സഭയിൽ ഒരംഗം എന്നുള്ള നിലയിലല്ല, മറിച്ച് സഭയിൽ നമ്മൾ ഒരു കാഴ്ചക്കാരൻ അല്ലെങ്കിൽ ഒരു വിസിറ്റർ എന്നുള്ള നിലയിലാണ് നമ്മൾ പ്രായോഗിക നിലയിൽ ഇരിക്കുന്നത്. ഒരംഗം എന്ന് പറഞ്ഞാൽ വിസിറ്റർ അല്ലെങ്കിൽ ഒരു സന്ദർശകൻ എന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നമ്മളുടെ സഭയിൽ, നമ്മുടെ വീട്ടിൽ ഉള്ള അംഗങ്ങൾ നമ്മളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും ഒരേ കാഴ്ചപ്പാടോടുകൂടി, ഒരേ ലക്ഷ്യത്തോടുകൂടി, ഒരേ താല്പര്യത്തോടു കൂടി നിൽക്കും. എന്നാൽ ഒരു സന്ദർശകൻ നമ്മുടെ വീട്ടിൽ വന്നാൽ അവരുടെ സന്ദർശനോദ്ദേശം കഴിഞ്ഞ് അവര് നമ്മെ വിട്ട് പോകും എന്ന് പറഞ്ഞതുപോലെയാണ് ഇന്ന് അനേക സഭകളിലും സഭയിൽ അംഗങ്ങളല്ല, മറിച്ച് പലപ്പോഴും സന്ദർശകരാണ് കൂടുതലുള്ളത്. അവർക്ക് സഭ എന്ന് പറയുന്നത് ഞായറാഴ്ച സന്ദർശിക്കാനുള്ള ഒരു ഇടം, ചില പരിപാടികൾ, ചില അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടുന്നതായിട്ടുള്ള ഒരു സ്ഥലം എന്നുള്ളതിൽ കവിഞ്ഞ് ഇന്ന് അനേക സഭകളിലും അനേകർക്കും സഭയെ അവര് അതിനപ്പുറം ഒന്നും പരിഗണിക്കുന്നില്ല, കാണുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം. സഭയിലെ സന്ദർശകരെയും സഭയിലെ അംഗങ്ങളെയും നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്ന് ചോദിച്ചാൽ, സഭയിലെ അംഗങ്ങളാണെങ്കിൽ അവർക്ക് എല്ലാവരെയും സംബന്ധിച്ചുമുള്ള ഭാരവും എല്ലാവരോടുമുള്ള സ്നേഹവും താല്പര്യവും, ഞങ്ങൾ ഒന്നാണ്, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ ഒരു അവയവം പോലെയാണ്, അതല്ല എങ്കിൽ ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ പോലെയാണ് ഞാൻ എന്നുള്ളതായിട്ടുള്ള കാഴ്ചപ്പാട് അവർക്ക് അവരുടെ ഉള്ളിലുണ്ടാകും. ആ ഉള്ളിലുണ്ടാകുന്നതായിട്ടുള്ള കാഴ്ചപ്പാട് അവരുടെ ജീവിതത്തിലൂടെ അവര് പുറമേക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും എന്നുള്ളതാണ് സത്യം. അപ്പൊ അങ്ങനെ ഒരു ബന്ധം നമ്മുടെ ഹൃദയത്തിൽ സഹവിശ്വാസികളെ സംബന്ധിച്ച് നമുക്ക് തോന്നുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ഒരു ശരീരം എന്നതുപോലെ സഭയുടെ ഒരു അംഗമായി നമ്മൾ തീർന്നിട്ടില്ല, കേവലം സന്ദർശകരായിട്ട് മാത്രമേ നാം ഇരിക്കുന്നുള്ളൂ എന്നാണ്. അപ്പോൾ ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പിന്, അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല, അത് നിങ്ങൾക്ക് ഉറപ്പുമാകുന്നു. എന്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ വീണ്ടും ഇങ്ങനെ പറയുന്നത്? കർത്താവിൽ സന്തോഷിപ്പിൻ, അതേ കാര്യം തന്നെ നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല, അത് നിങ്ങൾക്ക് ഉറപ്പുമാകുന്നു. ഇതിനു മുമ്പ് 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇത് സംബന്ധിച്ച് വായിക്കുകയുണ്ടായി. അവിടെ പൗലോസ് അപ്പോസ്തലൻ
17-18 വാക്യങ്ങളിൽ, എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗമർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും, നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും. അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിപ്പിൻ, എന്നോട് കൂടെ സന്തോഷിപ്പിൻ. അപ്പോൾ ഇങ്ങനെ പൗലോസ് അപ്പോസ്തലൻ അവർക്ക് എഴുതിയിട്ട് ഒരു 4-5 വാക്യങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം വീണ്ടും പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പിൻ. അതേ കാര്യം തന്നെ നിങ്ങൾക്ക് എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല, അത് നിങ്ങൾക്ക് ഉറപ്പുമാകുന്നു. അപ്പോൾ വീണ്ടും വീണ്ടും കർത്താവിൽ സന്തോഷിപ്പിൻ എന്ന് പറയുന്നതായിട്ടുള്ള പ്രബോധനമാണ്. അതായത് ദുഃഖത്തിൻ്റെതായിട്ടുള്ള ഒരാവശ്യവും ഇല്ല. ഞാനിവിടെ കിടക്കുന്നു എന്നുള്ള വിവരമോ നിങ്ങളൊരു പക്ഷെ പല പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതൊന്നും യഥാർത്ഥത്തിൽ ഒരു ദുഃഖത്തിനുള്ള കാരണമല്ല. അതൊക്കെയും ക്രിസ്തീയ ജീവിതത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് നിങ്ങൾ സന്തോഷിപ്പിൻ. ഇവിടെ സന്തോഷിപ്പിൻ എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ കർത്താവിൽ സന്തോഷിപ്പിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിൽ സന്തോഷിക്കുന്നതും കേവലമുള്ള സന്തോഷം എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. ഇതിനു മുമ്പ് പറഞ്ഞിരിക്കുന്നത് സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ, എന്നോട് കൂടെ സന്തോഷിപ്പിൻ എന്നൊക്കെയാണ്. എന്നാൽ ഇവിടെ പറയുമ്പോൾ നിങ്ങൾ കർത്താവിൽ സന്തോഷിപ്പിൻ എന്നാണ്. ഈ സന്തോഷം കർത്താവിൽ സന്തോഷിക്കാൻ മാത്രമേ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിക്ക് സാധിക്കുകയുള്ളൂ. കാരണം ജീവിതത്തിൽ മനുഷ്യർക്ക് സമാധാനവും സന്തോഷവും കൊടുക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം, അതൊന്നും പൊതുവിൽ ആത്മീക കാര്യങ്ങളല്ല. എന്നാൽ ആത്മീകമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പ്രത്യാശയും നമുക്ക് ദൈവം നൽകിയിരിക്കുന്നതായിട്ടുള്ള ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നതായിട്ടുള്ള അനുഗ്രഹങ്ങൾ, സർവ്വസ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മെ സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് കർത്താവിൽ സന്തോഷിപ്പിൻ എന്ന് പറയുന്നത്. കർത്താവിൽ അനുസരിപ്പിൻ, കർത്താവ് നിമിത്തം കീഴടങ്ങുവിൻ എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും കർത്താവിൽ സന്തോഷിപ്പിൻ എന്നാണ്. നമുക്ക് രോഗങ്ങള്, പ്രയാസങ്ങള്, വേദനകള്, നിന്ദകള്, പരിഹാസങ്ങള്, പീഡനങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നത് കർത്താവിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് ആരെങ്കിലും നമ്മളെ ദേഹോപദ്രവം ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് വേദന ഉണ്ടാകുമ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം എന്ന് പറയുന്നത് ദുഃഖിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ്. അവിടെ നമുക്ക് കർത്താവിൽ ആണെങ്കിൽ നമുക്ക് സന്തോഷിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ വീണ്ടും അത് അവരോട് എടുത്തു പറയുകയാണ്. കാരണം അവർക്ക് ദുഃഖത്തിലായി പോകാനായിട്ടുള്ള ഒരു സാധ്യത അവരുടെ ചുറ്റുമുണ്ട്. അവരുടെ ജീവിതത്തിലും അവരുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലും അവരുടെ ആത്മീയ പിതാവായിരിക്കുന്ന പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിലും അപ്പോൾ നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെയും യഥാർത്ഥത്തിൽ അത് ഒരു ദുഃഖം വരുത്തുവാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ വീണ്ടും വീണ്ടും അത് എടുത്തു പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും അത് കർത്താവിലുള്ള സന്തോഷത്തിന് തടസ്സമല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അത് പൗലോസ് അപ്പോസ്തലൻ വീണ്ടും എടുത്തു പറയുകയാണ്. 2-ാമത്തെ വാക്യത്തില് നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. നമ്മളിവിടെ നമ്മൾ സൂക്ഷിക്കേണ്ട ചില ആളുകളെ കുറിച്ച് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുക. നായ്ക്കളെ സൂക്ഷിക്കണം. എന്താണ് നായ്ക്കള്? നായ്ക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നായ്ക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ ദേശത്തുള്ളതായ ഒരു മൃഗം എന്നുള്ള നിലയിലാണ്. എന്നാൽ ഇവിടെ അങ്ങനെയുള്ള മൃഗത്തെ സൂക്ഷിക്കണം എന്നുള്ള നിലയിലല്ല സംസാരിച്ചിരിക്കുന്നത്. നായ്ക്കൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇതിനൊരു യഹൂദ പശ്ചാത്തലവും പാരമ്പര്യവുമുണ്ട്. യഹൂദന്മാരങ്ങനെ നായ്ക്കളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നായ്ക്കളോട് അങ്ങനെ വലിയ പ്രീതിയുള്ള ഒരു കൂട്ടമായിരുന്നില്ല എന്നുള്ളത് നമുക്ക് അവരുടെ ചരിത്രവും പാരമ്പര്യമൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരു വെറുപ്പ് പൊതുവിൽ നായ്ക്കളോട് അവർക്കുണ്ടായിരുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവിടെ നായ്ക്കളുടെ സ്വഭാവമുള്ളതായ ചില ആളുകൾ സഭകളിലൂടെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ വീണ്ടും രണ്ടുപേരെ കുറിച്ച് പറയുന്നുണ്ട്. നായ്ക്കൾ എന്ന് പറഞ്ഞ ശേഷം ആകാത്ത വേലക്കാര്, വിച്ഛേദനക്കാര്, അങ്ങനെ 3 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഏകദേശം ഒരേ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് എന്നുള്ളത് കൊണ്ട് അവരെയൊക്കെ സൂക്ഷിക്കണം എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. നായ്ക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വിശ്വാസികളെ കടിച്ചു കീറുന്ന, പ്രത്യേകിച്ച് ദുരുപദേശം, തെറ്റായിട്ടുള്ള ഉപദേശം കൊടുത്തുകൊണ്ട് വിശ്വാസികളെ വിശ്വാസത്തിൽ നിന്നും യഥാർത്ഥത്തിലുള്ള നിർമ്മലമായിട്ടുള്ള
ദൈവഭക്തിയിൽ നിന്നും അവരെ മാറ്റുന്നതായ ആളുകളെ കുറിച്ചാണ് ഇവിടെ നായ്ക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ആകാത്ത വേലക്കാര്. അപ്പോൾ വേലക്കാരുണ്ടായിരുന്നു, കപട വേലക്കാര് അല്ലെങ്കിൽ എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ആകാത്ത വേലക്കാര്, വിച്ഛേദനക്കാരെന്ന് പറയുമ്പോൾ പരിച്ഛേദന ആവശ്യമുണ്ട്. വിശ്വാസികൾക്ക്, ദൈവസഭയിലെ ആളുകളും പരിച്ഛേദന ഏൽക്കണം, യഹൂദന്മാരായതിനു ശേഷം ആണ് ഒരാൾക്ക് രക്ഷയുള്ളൂ എന്നും, ഇനി ഏറ്റവും കുറഞ്ഞത് പരിച്ഛേദന ഏൽക്കാതെ ഉള്ളതായ മാനസാന്തരത്തെ സ്വീകരിക്കാത്തതായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. പിന്നെ ആകാത്ത വേലക്കാരെ എന്ന് പറയുമ്പോൾ അത് എന്താണ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. ദൈവത്തിന്റെ നിയോഗം പ്രാപിക്കാത്തതായിട്ടുള്ള, ദൈവം അയക്കാത്തതായിട്ടുള്ള വേലക്കാരുണ്ട്. അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ വേലയുടെ അടിസ്ഥാന സ്വഭാവവും അതിന്റെ ലക്ഷ്യവും എന്ന് പറയുന്നത് അവരതൊരു പ്രൊഫഷൻ, ഒരു ജീവിതമാർഗം എന്നുള്ള നിലയിലായിരിക്കും. അതിനെക്കുറിച്ച് പത്രോസ് പുസ്തകത്തിൽ എഴുതുമ്പോൾ അവർ നിങ്ങളെ വാണിഭമാക്കും എന്ന് എഴുതുന്നത് നമുക്ക് കാണാമല്ലോ. അവർ വേല ചെയ്യുന്നു. ദൈവം നിയോഗിച്ചതായിട്ടുള്ള വേലക്കാരുണ്ട്, ദൈവം നിയോഗിക്കാത്തതായ എന്നാൽ അതേ വേല ചെയ്യുന്നു എന്ന് പറയുന്നതായിട്ടുള്ള ആളുകളുണ്ട്. ഈ രണ്ട് വിഭാഗം ആളുകളെയും പുറമേ നിന്ന് നോക്കിയാൽ അവര് രണ്ടുപേരും ചെയ്യുന്ന കാര്യങ്ങൾ ഏകദേശം സെയിം ആയിരിക്കും, ഒന്ന് തന്നെയായിരിക്കും. എന്നാൽ അവരുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നതും അവരവലംബിക്കുന്നതായിട്ടുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നതും തികച്ചും വ്യത്യസ്തമായിരിക്കും. ഒരാൾ ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിന് വിധേയമായി ദൈവനാമ മഹത്വത്തിനായി ദൈവസഭയോടും അതുപോലെ തന്നെ സുവിശേഷത്തോടുമുള്ള സ്നേഹത്തിൽ ചെയ്യുമ്പോൾ, ഈ ആകാത്ത വേലക്കാർ ചെയ്യുന്നത് അവര് ജഡത്താൽ നിയന്ത്രിക്കപ്പെടുന്നവരായി ജഡത്തിന്റെ മോഹങ്ങൾക്കനുസരിച്ച് ജീവിച്ച് അവരുടെ എന്തെങ്കിലും പേരിനോ പ്രശസ്തിക്കോ അല്ലെങ്കിൽ ധന ആഗമന മാർഗമായിട്ടോ ആണ് അങ്ങനെയുള്ളവർ വേല ചെയ്യുന്നത്. അവരെ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ പരിച്ഛേദനക്കാർ, പിന്നെ നായ്ക്കൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെറ്റായിട്ടുള്ള ഉപദേശം പഠിപ്പിക്കുന്ന ആളുകളെ. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ക്രിസ്തീയ ലോകത്ത് പ്രത്യേകിച്ച് ഈ രക്ഷിക്കപ്പെടുന്നവർ അല്ലെങ്കിൽ വിശ്വാസത്താലുള്ള രക്ഷയെ പ്രസംഗിക്കുന്ന ആളുകളുടെ ഇടയിൽ പോലും ഉപദേശത്തെ സംബന്ധിക്കുന്നതായിട്ടുള്ള യാതൊരു വക കണിശവും അറിവും അവർക്കില്ല എന്നുള്ളതാണ്. സത്യമായിട്ടുള്ള ഉപദേശത്തിന്റെ പ്രാധാന്യത്തെ പോലും അവര് മനസ്സിലാക്കുന്നില്ല. ഒരിക്കൽ നമ്മുടെ സഭയിൽ വന്നതായിട്ടുള്ള ചില 2 പേര്, ഒരു കുടുംബം സഭയിൽ നിന്ന് വിട്ടുപോകാനായിട്ടുള്ള കാരണം അവർ പറഞ്ഞത് നമ്മള് മറ്റ് പല തെറ്റായിട്ടുള്ള ഉപദേശങ്ങളെയും തെറ്റായ ഉപദേശങ്ങളാണ് എന്ന് പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അവരുടെ ചില ബന്ധുക്കളൊക്കെ അങ്ങനെയുള്ള തെറ്റായ ഉപദേശം പഠിപ്പിക്കുന്ന സഭകളിലാണ്, അവരൊരുമിച്ചൊരു കുടുംബത്തിലാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നതായിട്ടുള്ള സത്യ ഉപദേശവും അവരുടെ കുടുംബങ്ങളിലുള്ളതായിട്ടുള്ള ആളുകളുടെ ഉപദേശവും തമ്മിൽ വ്യത്യസ്തമാണ്. അതുകൊണ്ട് അവര് സഭ വിട്ടുപോയി. നമ്മൾ അവരുടെ പുറകെ പോയില്ല. കാരണം ഉപദേശത്തിന്റെ നിർമ്മലതയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്ത ഒരാൾക്കും ദൈവസന്നിധിയിൽ ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുവാനായിട്ട് കഴിയുകയില്ല. ഒരു ക്രിസ്ത്യാനിയായിട്ട് ദൈവസന്നിധിയിൽ ജീവിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഉപദേശം എന്നുള്ളതാണ്. ഇന്ന് ശരിയെന്ന് തോന്നിക്കുന്നതായിട്ടുള്ള ഒത്തിരി ഉപദേശങ്ങളുണ്ട്. അവർക്കൊക്കെ ദൈവത്തിന്റെ വചനത്തിൽ നിന്നും തെറ്റായി വ്യാഖ്യാനിക്കുന്നതായിട്ടുള്ള വേദഭാഗങ്ങളുമുണ്ട്. അവരുടെ പ്രസംഗങ്ങൾ പലപ്പോഴും, അവരുടെ ഉപദേശങ്ങൾ പലപ്പോഴും നമ്മെ ആകർഷിക്കുന്നതോ ഒരുപക്ഷെ ശരി എന്ന് തോന്നിക്കുന്നതോ ആയിട്ടുള്ള ഉപദേശങ്ങളാണ്. നമുക്കൊരു പക്ഷെ കേട്ടിരിക്കാനായിട്ട് വളരെ സന്തോഷമുണ്ടാകും. എന്നാൽ സത്യ ഉപദേശം കേട്ടിരിക്കാൻ അത്രത്തോളം സന്തോഷം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിനകത്ത് തമാശകളോ അല്ലെങ്കിൽ കഥകളും കവിതകളും ഒന്നും ഒരുപക്ഷെ അതിനകത്ത് ഉണ്ടായിക്കൊള്ളണം എന്ന നിർബന്ധമില്ല. എന്നാൽ അങ്ങനെ വളരെ ആളുകളെ ആകർഷിക്കുന്ന നിലയിൽ ഉപദേശത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കോട്ടി വളച്ച് പ്രസംഗിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്. അവർക്കൊക്കെ ധാരാളം കേൾവിക്കാരുണ്ട്. അവരുടെ പ്രസംഗം കേൾക്കാനായിട്ട് ഒരുപക്ഷെ വിമാന ടിക്കറ്റ് എടുത്ത് അന്യ രാജ്യങ്ങളിൽ വരെ പോകുന്നതായിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ മാനസാന്തരത്തെ സംബന്ധിക്കുന്ന, ദൈവേഷം ചെയ്യുന്നതിനെ സംബന്ധിക്കുന്നതായിട്ടുള്ള ബൈബിളിലെ കൃത്യമായിട്ടുള്ള ഉപദേശങ്ങൾ അത് കേൾക്കുവാനായിട്ട് അത്ര വലിയ ഇമ്പമൊന്നുമില്ല. കാരണം നമ്മെ തന്നെ ത്യജിക്കുന്നതിനെ കുറിച്ചും കുരിശെടുക്കുന്നതിനെ കുറിച്ചും നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം വേണ്ട എന്ന് വെച്ച് ദൈവേഷ്ടത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ജീവിതത്തെക്കുറിച്ചും പറയുമ്പോൾ അതാരെയും അതായത് ഈ ലോകത്തെ സ്നേഹിക്കുന്ന, ജഡത്തിന്റെ ബിംബങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും അത്
കേൾക്കുവാൻ പോലും താല്പര്യമില്ല. അങ്ങനെ കേട്ടാൽ പോലും അത് അവരുടെ ആന്തരിക കർണങ്ങൾ അതിനോട് എപ്പോഴും മന്ദമായിരിക്കും, അല്ലെങ്കിൽ അവര് ബധിരരായിരിക്കും എന്നുള്ളതാണ് സത്യം. ഉപദേശത്തിന് പ്രാധാന്യം കൊടുക്കാത്ത ആളുകൾ യഥാർത്ഥത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമുക്കറിയാം, ഒരുപക്ഷെ നമ്മളൊക്കെ ആയിരുന്ന സഭകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ, അല്ലെങ്കിൽ ആ സഭകളിലെയൊക്കെ ഉപദേശങ്ങൾ എന്ന് പറയുന്നത് ദൈവവചന പ്രകാരം എത്രയോ തെറ്റാണ് എന്നുള്ളത് ഈ കാലങ്ങളിൽ നാം പഠിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് അവരെ പഠിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. അതൊന്നും മനുഷ്യനെ ദൈവഭയത്തിലേക്കും ദൈവസ്നേഹത്തിലേക്കും ദൈവേഷം ചെയ്യുന്നതിലേക്കും നയിക്കുന്നതല്ല. എന്നാൽ അത്തരമുള്ള സഭകളിലൊക്കെ അപൂർവമായ ചില ആളുകളൊക്കെ ദൈവത്തെ സ്നേഹിക്കുന്നവരുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ തെറ്റായിട്ടുള്ള ഉപദേശത്തെ പഠിപ്പിക്കുന്നതായിട്ടുള്ള ആളുകളെ, അതുമായിട്ട് വരുന്ന ആളുകളെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നായ്ക്കൾ എന്നാണ്. നായ്ക്കൾ എന്ന് പറയുമ്പോൾ അവരെ എത്രത്തോളം അപകടകരമായ ജീവികളും അവഗണിക്കേണ്ട ജീവികളും അവരെത്രത്തോളം നാശം വരുത്തുന്നവരുമാണ് എന്ന് നമുക്ക് ആ ഒരു പദപ്രയോഗത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അത് അപ്പോസ്തല പ്രവൃത്തികൾ 20-ാമത്തെ അധ്യായത്തിലാണെങ്കിൽ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ, അത് കുറച്ചുകൂടെ രൂക്ഷമായിട്ടുള്ള ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ചെന്നായ, കടിച്ചു കീറുന്ന, ആടുകളെ തങ്ങളുടെ പിന്നാലെ വലിച്ചുകൊണ്ട് പോകുന്ന കൊടിയ ചെന്നായ്ക്കൾ. നമുക്കറിയാമല്ലോ, ചെന്നായ ഒരിക്കലും ആടുകളെ കൊണ്ടുപോകുന്നത് വളർത്താനോ സൂക്ഷിക്കാനോ അല്ല, അതിനെ കടിച്ചു കീറി ഭക്ഷണമാക്കാനായിട്ടാണ്. അങ്ങനെ ദൈവ മക്കളെ, ദൈവസഭയെ ദൈവത്തോടുള്ള ഏകാഗ്ര ജീവിതത്തിൽ നിന്നും മാറ്റി അവർക്ക് ഒരു ജീവിതമാർഗമായി അവരെ ഉപയോഗിക്കുന്നതായ കൊടിയ ചെന്നായ്ക്കളെന്നോ അല്ല എങ്കിൽ നായ്ക്കളെന്നോ പറയുന്നതായിട്ടുള്ള ആളുകളെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ വിച്ഛേദനക്കാരെ സൂക്ഷിക്കണം. പരിച്ഛേദന എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ, ദൈവം പഴയ നിയമത്തിൽ യഹൂദന്മാർക്ക് കൊടുത്തിരുന്നതായിട്ടുള്ള ഒരു കൽപ്പന തന്നെയാണ് പരിച്ഛേദന എന്ന് പറയുന്നത്. അങ്ങനെ പഴയ നിയമത്തിൽ കൽപ്പിച്ചതായിട്ടുള്ള കാര്യങ്ങൾ പോലും പുതിയ നിയമത്തിൽ വരുമ്പോൾ അങ്ങനെ പഠിപ്പിക്കുന്നത്, പരിച്ഛേദന വേണം എന്ന് പഠിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറയുന്നത് അവർ ശപിക്കപ്പെട്ടവരെന്നാണ്. ഒരു മനുഷ്യന്റെ ആത്മരക്ഷയ്ക്ക് പരിച്ഛേദന കൂടി വേണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് സുവിശേഷത്തോട് വെള്ളം ചേർക്കുന്നതാണ്, സുവിശേഷത്തോട് മനുഷ്യൻ കൂട്ടുചേർക്കുന്നതാണ്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് നമ്മൾ ഗലാത്യ ലേഖനം പഠിച്ചപ്പോൾ അതിൻ്റെ 1-ാം അധ്യായത്തിൽ 2 പ്രാവശ്യം അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞത് അവർ ശപിക്കപ്പെട്ടവർ. ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച സുവിശേഷത്തിന് വിരോധമായി ഞാൻ തന്നെയോ അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നൊരു ദൂതനോ വന്ന് നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോൾ ഉപദേശത്തെ തെറ്റിച്ച് പഠിപ്പിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് അവരെ ശപിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ അവർ രക്ഷിക്കപ്പെട്ടവരാണെന്നോ അല്ലെങ്കിൽ അവർ നിത്യതയിലേക്ക് പോകുന്നവരാണെന്നോ അവർ കർത്താവിൻ്റെ വഴിയെ നടക്കുന്നവരാണോ എന്നൊന്നും അവിടെ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയില്ല. ശപിക്കപ്പെട്ടവരായിട്ടുള്ള ആളുകൾ സ്വർഗത്തിൽ പോകും എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റുമോ? കർത്താവിലാൽ അംഗീകരിക്കപ്പെട്ടവരാണെന്ന് ചിന്തിക്കാനായിട്ട് കഴിയുമോ? ഒരിക്കലുമില്ല. അപ്പോൾ എന്തുകൊണ്ട് ആളുകൾക്ക്, ഞാൻ പലപ്പോഴും ഭയപ്പെടാറുള്ള ഒരു കാര്യം, എന്തുകൊണ്ട് ഉപദേശത്തെ സംബന്ധിച്ച് ആളുകൾക്ക് പ്രത്യേകിച്ച് ഒരു താല്പര്യമൊന്നുമില്ല, എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയാൽ മതി എന്നുള്ള നിലയിലാണ് ആളുകൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവാത്മാവ് ഈ സത്യ ഉപദേശത്തെ മനസ്സിലാക്കുന്നതിന് നമ്മളിലുള്ളതായ അഭിഷേകം നമ്മെ സഹായിക്കുന്നതുമില്ല. അപ്പൊ അതുകൊണ്ട് നാം വളരെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അതിനുശേഷം പൗലോസ് പറയുന്നത്, നാമല്ലോ പരിച്ഛേദനക്കാർ. അപ്പോൾ പരിച്ഛേദന ചെയ്യണം എന്ന് പറയുന്നതായിട്ടുള്ള ആളുകൾ ഉണ്ട്, എന്നാൽ അവരല്ല യഥാർത്ഥത്തിലെ പരിച്ഛേദനക്കാർ, നാം ആണ് പരിച്ഛേദനക്കാർ. അപ്പോൾ നാം പരിച്ഛേദനക്കാരായിരിക്കണമെങ്കിൽ എങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതം എന്നാണ് 3-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. അപ്പോൾ യഹൂദന്മാരെ പരിച്ഛേദന വേണമെന്ന് പറയുന്നതായിട്ടുള്ള ആളുകളാണ്. യഹൂദന്മാർക്കാണ് ദൈവസന്നിധിയിൽ സ്വീകാര്യത ഉള്ളതെന്ന് അവർ പറയുന്നു. അല്ലെങ്കിൽ പരിച്ഛേദന ഏൽറ്റ് യഹൂദനായാൽ മാത്രമേ ഒരാൾക്ക് രക്ഷിക്കപ്പെടാൻ കഴിയുള്ളൂ എന്ന് പറയുന്നു. എന്നാൽ ഇവിടെ പറയുന്നത്, അത് പരിച്ഛേദന എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുന്നതായിട്ടുള്ള ശരീരത്തിലുള്ള പരിച്ഛേദന എന്ന് പറയുന്നത് ഒരു നിഴലും, എന്നാൽ പുതിയ നിയമത്തിൽ ഉള്ള പരിച്ഛേദന എന്ന് പറയുന്നത്, ഹൃദയ പരിച്ഛേദന എന്ന് പറയുന്നത്, അത് അതിൻ്റെ പൊരുളുമാണ്.
നമുക്കറിയാം എപ്പോഴാണ് പരിച്ഛേദന എന്ന് പറയുന്നതായിട്ടുള്ള കർമ്മം അബ്രാഹാമിന് കൊടുത്തത്. അബ്രാഹാമും സാറയും ജഡത്തിൽ ആശ്രയിച്ചപ്പോഴാണ് അവർക്ക് ഒരു പരിച്ഛേദന എന്ന് പറയുന്നതായിട്ടുള്ള നിയമം, കർത്താവ് അവർക്ക് വാഗ്ദത്തം ചെയ്തതായിട്ടുള്ള വാഗ്ദത്ത സന്തതിക്ക് കാത്തു നിൽക്കാതെ അവര് ഒരു ദാസിയെ എടുത്തത്, ഒരു ദാസിയിലൂടെ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ അവർ ശ്രമിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ അവർ ചെയ്തതായിട്ടുള്ള കുറ്റം എന്ന് പറയുന്നത് അവർ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് കാത്തിരിക്കാതെ അവർ ജഡത്തിൽ അവർ ആശ്രയിക്കുകയും അവരുടേതായിട്ടുള്ള വഴികളിലേക്ക് അവർ തിരികുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോഴാണ് പരിച്ഛേദന എന്ന് പറയുന്നതായിട്ടുള്ള കാര്യം ദൈവം കൊടുത്തത്. എന്നാൽ അപ്പോൾ ജഡത്തിൽ ആശ്രയിക്കരുത്, ജഡത്തിൽ ആശ്രയിക്കാതെ ജഡത്തെ ഉരിഞ്ഞു കളയണം എന്നുള്ളതിന്റെ അടയാളമായിരുന്നു പഴയ നിയമത്തിലെ പരിച്ഛേദന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ പരിച്ഛേദനക്കാരൻ നമ്മളാണ്. എന്തുകൊണ്ടാണ് നമ്മൾ പരിച്ഛേദനക്കാരായിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ ഈ 3 കാര്യങ്ങൾ കൊണ്ട് നമുക്ക് പറയുവാനായിട്ട് കഴിയും. ഒന്ന്, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നു. നാമല്ലോ പരിച്ഛേദനക്കാരെന്ന് പറഞ്ഞിട്ട് ഒരു കുത്തും ഒരു കോമയുമാണ് ഇട്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ അതിന്റെ ഒരു വിശദീകരണമാണ് തുടർന്ന് കൊടുത്തിരിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും, യഹൂദന്മാർക്ക് അത് സാധ്യമല്ലായിരുന്നു. കർത്താവ് ശമരിയ സ്ത്രീയോടും പറഞ്ഞത് ദൈവത്തെ ആ മലയിലുമല്ല ഈ മലയിലുമല്ല, സത്യദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സമയം വരുന്നു, ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അവർക്ക് ആത്മാവിലുള്ള ആരാധന കഴിയാതിരുന്നത്? കാരണം അവരിൽ പരിശുദ്ധാത്മാവ് അധിവസിക്കുന്നില്ല. പരിശുദ്ധാത്മാവിന്റെ ദിവാസമോ സഹായമോ ഒന്നും പഴയ നിയമത്തിൽ നമുക്ക് ജനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നില്ല. ചില പ്രത്യേക തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് അവർ ശുശ്രൂഷ നിർവഹിക്കുന്നതിന് വേണ്ടി അവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവസിച്ചിരുന്നു എന്നുള്ളതല്ലാതെ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനിൽ വാസം ചെയ്യുന്നതായിട്ടുള്ളൊരവസ്ഥ യഥാർത്ഥത്തിൽ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുക, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വസിച്ചുകൊണ്ട് ദൈവേഷ്ടം ചെയ്യുന്നതായിട്ടുള്ള കാര്യത്തെയാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുക എന്ന് പറയുന്നത്. പലപ്പോഴും ആത്മാവ് കൊണ്ട് ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മറ്റു ഭാഷകളിലോ അല്ലെങ്കിൽ നമുക്ക് സഭ്യമല്ലാത്തതല്ല, നമുക്ക് മനസ്സിലാകാത്തതായിട്ടുള്ള ഏതെങ്കിലും ഭാഷകളിലെയോ ചില ജൽപ്പനങ്ങൾ ചെയ്യുന്നതാണ് ഈ ആത്മാവ് കൊണ്ട് ആരാധിക്കുക എന്ന് പറയുന്നതായിട്ട് ഇന്ന് ലോകത്തിൽ ഒത്തിരി ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയല്ല എന്നുള്ളത് നമുക്കറിയാം. യഥാർത്ഥത്തിലുള്ള ആരാധന എന്ന് പറയുന്നത് നമ്മെ തന്നെ ദൈവേഷ്ടത്തിന് സമർപ്പിച്ച് നമ്മുടെ അവയവങ്ങളെ ദൈവേഷ്ടത്തിന് സമർപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ആരാധന. അങ്ങനെ സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങളിൽ നിന്ന് ഉളവാകുന്നതായിട്ടുള്ള സ്തുതി സ്തോത്രങ്ങളും അതുപോലെ തന്നെ അവരുടെ മറ്റ് കാര്യങ്ങളും അവർ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ അത് ദൈവസന്നിധിയിൽ ഒരു ആരാധനയായി തീരുന്നു. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് ദൈവേഷ്ടം ചെയ്യുന്ന കാര്യമാണ് അത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം ചെയ്യുന്നതും പാട്ട് പാടുന്നതുമാണ് എന്ന് ചിന്തിച്ച് യഥാർത്ഥത്തിൽ വളരെയേറെ തെറ്റിപ്പോയിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ചുറ്റുമുള്ളത്. നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുവാനായിട്ട് പാടില്ല. അതും ആരാധനയുടെ ഭാഗമാണ്. അതായത് സ്തുതി സ്തോത്ര യാഗങ്ങൾ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അവതരഫലം എന്ന സ്തോത്രയാഗം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഒരു ആരാധനയുടെ ഭാഗമാണ്. അത് മാത്രമേ നമ്മളിൽ നിന്ന് ഉളവാകുന്നുവെങ്കിൽ നമ്മുടെ ആരാധന ഒരിക്കലും ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ല. നാം ദൈവസന്നിധിയിൽ സ്വീകാര്യരായാൽ മാത്രമേ നമ്മുടെ സ്തുതി സ്തോത്ര യാഗങ്ങൾ ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുകയുള്ളൂ എന്നുള്ളത് നാം ഓർക്കണം. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, കയ്യീനിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല, ഹാബേലിന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു. അപ്പോൾ നാം നമ്മുടെ സ്തുതി സ്തോത്ര യാഗങ്ങൾ അല്ല, നമ്മുടെ എല്ലാ ആത്മീക പ്രവർത്തനങ്ങളും ശുശ്രൂഷകളും നമ്മുടെ ജീവിതം തന്നെ ദൈവസന്നിധിയിൽ പ്രസാദകരമായിരിക്കണമെങ്കിൽ നാം തന്നെ ദൈവസന്നിധിയിൽ ആദ്യം പ്രസാദകരമായി തീരേണ്ടത് ആവശ്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുന്ന ആളായിരുന്നു. ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുക എന്നുള്ളതല്ല, ക്രിസ്തുയേശുവിൽ മാത്രം പ്രശംസിക്കുക എന്നുള്ളതാണ്. എനിക്ക് ക്രൂശിക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിലല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് നാം വായിക്കുന്നത്. നമുക്ക് പ്രശംസിക്കുവാൻ പ്രിയമുള്ളവരെ ഈ ലോകത്തിൽ ഒന്നുമില്ല. ലോകത്തിൽ ആളുകൾക്ക് പ്രശംസിക്കുവാനായിട്ട് അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമുണ്ട്. അങ്ങനെ പ്രശംസിക്കുന്നതായിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട്. അവരുടെ ധനത്തിലോ അവരുടെ ഒരുപക്ഷെ സ്ഥാനമാനങ്ങളിലോ ആരോഗ്യത്തിലോ സൗന്ദര്യത്തിലോ ഒക്കെ ലൗകികരായിട്ടുള്ള ആളുകൾക്ക് പ്രശംസിക്കുവാനായിട്ട് അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്.
നാം നമ്മുടെ അങ്ങനെയുള്ള ഏതെങ്കിലും ഇനി ഒരുപക്ഷെ നമ്മുടെ വചനത്തിലുള്ള നമ്മളുടെ അറിവിനെക്കുറിച്ചുള്ള പ്രശംസയാണെങ്കിൽ പോലും അത് ദൈവസന്നിധിയിൽ സ്വീകാര്യമായിട്ടുള്ള ഒരു കാര്യമല്ല. ദൈവവചനം നാം കൂടുതൽ പഠിക്കും തോറും നാം ദൈവവചനത്തിന്റെ ആഴങ്ങളെ മനസ്സിലാക്കുവാനായിട്ടുള്ള കൂടുതൽ ആകാംക്ഷയും താല്പര്യവും നമ്മൾ ഉളവാകുകയും നാം ഒന്നും പഠിച്ചിട്ടില്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉളവാകുകയും ചെയ്യും. അപ്പോൾ നമുക്ക് പ്രശംസിക്കുവാനായിട്ട് ഒന്നുമില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കർത്താവായ യേശു ക്രിസ്തു മാത്രം നമ്മുടെ പ്രശംസ. കാരണം നിത്യമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്നത്, നൽകിയിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലാണ്. യേശു ക്രിസ്തുവിലൂടെയാണ് പിതാവ് നൽകിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. താൽക്കാലികമായിട്ടുള്ള ഈ ലോകത്തിലെ ലൗകികമായിട്ടുള്ള നശിച്ചു പോകുന്ന നൈമിഷികമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രശംസിക്കുന്ന ആളുകൾ അവർക്കൊരിക്കലും നിത്യമായിട്ടുള്ള കാര്യങ്ങളിലുള്ള പ്രശംസ ഉള്ളവരല്ല. അവര് യഥാർത്ഥത്തിലുള്ള ദൈവസ്നേഹത്തെ അറിഞ്ഞവരല്ല. ദൈവസ്നേഹത്തെ യഥാർത്ഥമായിട്ട് ഒരാൾ അറിഞ്ഞിരിക്കുന്നുവെങ്കിൽ അവർക്കൊരിക്കലും ഈ ലോകത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രശംസിക്കുവാനായിട്ടോ നിഗളിക്കുവാനായിട്ടോ കഴിയുകയില്ല. അവരുടെ ഒരേ ഒരു പ്രശംസാ വിഷയം എന്ന് പറയുന്നത് ക്രിസ്തുവേശുവിൽ ആയിരിക്കും, ക്രിസ്തുവേശു ആയിരിക്കും. മൂന്നാമത്തെ കാര്യം, യഥാർത്ഥത്തിലുള്ള പരിച്ഛേദനക്കാരെന്ന് പറയുമ്പോൾ മൂന്നാമത്തെ കാര്യം, ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പരിച്ഛേദന ജഡത്തിൽ ആശ്രയിക്കരുത് എന്നുള്ളതിൻ്റെ ഒരു നിഴലായിരുന്നു. ഇപ്പോൾ ദൈവമക്കൾ ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുന്ന നാം തന്നെ. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്, ഈ നാം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫിലിപ്പിയിലെ വിശ്വാസികൾ എല്ലാവരും വരുന്നുണ്ട്, അതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലനും വരുന്നുണ്ട്. അപ്പോൾ തന്നെയും ഫിലിപ്പിയിലുള്ള വിശ്വാസികളെ എല്ലാവരെയും കൂടെ കൂട്ടി പൗലോസ് അപ്പോസ്തലൻ പറയുന്നതായിട്ടുള്ള പ്രസ്താവന നാം എല്ലാവരും ഏറെ ശ്രദ്ധയോടെ കൈക്കൊള്ളേണ്ടതാണ്. എന്താണ്? ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം. അപ്പോൾ ഫിലിപ്പിയിലെ വിശ്വാസികളെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അവർ ജഡത്തിൽ ആശ്രയിക്കുന്നവരായിരുന്നില്ല. ജഡത്തിൽ ആശ്രയിക്കാത്ത ആളുകൾ ആരിലാണ് ആശ്രയിക്കുന്നത്? ദൈവത്തിലാണ്, ദൈവാത്മാവിലാണ്. അപ്പോൾ ദൈവമക്കളെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് അവര് ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിലാണ്. അപ്പോൾ ജഡത്തിൽ ആശ്രയിക്കുകയും ജഡത്തിൽ പ്രശംസിക്കുകയും ജഡത്തിന്റെ മോഹങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയുമാണ് ചെയ്യുന്നതെങ്കിൽ അവരെ യഥാർത്ഥത്തിൽ ദൈവമക്കളുടെ പരിധിയിൽ, അവരുടെ ഗണത്തിൽ പെടുത്തുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. എന്നാൽ ഇന്ന് ക്രിസ്തീയ ലോകത്തേക്ക് നോക്കിയാൽ ലൗകികരായിട്ടുള്ള ആളുകളും ആത്മീകർ എന്ന് അവകാശപ്പെടുന്നതായ, വീണ്ടും ജന്മം പ്രാപിച്ചു എന്ന് പറയുന്നതായിട്ടുള്ള സഭകളിൽ കൂടെ പോകുന്നതായിട്ടുള്ള ആളുകളും പരിശോധിച്ചാൽ അവരുടെ ആരാധനയ്ക്ക് പോകുന്നതായിട്ടുള്ള സ്ഥലത്തിന് വ്യത്യാസമുണ്ടെന്നുള്ളതല്ലാതെ അവരുടെ ജീവിതത്തിലെ കാഴ്ചപ്പാടുകൾക്കോ അവരുടെ ലക്ഷ്യങ്ങൾക്കോ അവരുടെ ജീവിത ശൈലിക്കോ ഒന്നും യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, അത് ഈ കാലഘട്ടത്തിൽ ദൈവവചനത്തിൽ നിന്നും മനുഷ്യരേറെ മാറിപ്പോയി, തെറ്റിപ്പോയി, ദൈവവുമായിട്ടുള്ള ബന്ധമെല്ലാം വിട്ട് ഒരു ഭക്തിയുടെ വേഷം മാത്രം ധരിച്ചു നടക്കുന്നതായിട്ടുള്ള ആളുകളുടെ പ്രത്യേകതയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണമെന്ന് ചോദിച്ചാൽ, ഈ മൂന്നാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ പരിച്ഛേദനക്കാര്, അതിനെക്കുറിച്ച് ഹൃദയ പരിച്ഛേദന എന്നാണ് നമ്മൾ വായിച്ചത്. അതിനെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ സഭയിൽ പഠിച്ചിട്ടുള്ളതുമാണ്. യഥാർത്ഥത്തിലുള്ള ഹൃദയ പരിച്ഛേദന വന്ന ആളുകൾ അവര് ജഡത്തിൽ നിന്നല്ല അവർ ഹൃദയം സ്വീകരിക്കുന്നത്, അവർ ആത്മാവിൽ നിന്നാണ് സ്വീകരിക്കുന്നത്. കാരണം ആ ഹൃദയ പരിച്ഛേദന അവിടെ നടന്നു കഴിഞ്ഞു. അവരുടെ ആ പഴയ ഹൃദയം എടുത്തു മാറ്റി ഒരു പുതിയ ഹൃദയമാണ് ദൈവം അവർക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ പുതിയ ഹൃദയം ലഭിച്ചിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഹൃദയപരിച്ഛേദന കഴിഞ്ഞു എന്ന് പറയുവാനായിട്ട് കഴിയുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് മാത്രമേ ഞാൻ ഹൃദയപരിച്ഛേദന ഏറ്റ ആളാണ് എന്ന് പറയുവാനായിട്ട് കഴിയുള്ളൂ. അങ്ങനെയുള്ള ആ പരിച്ഛേദന ഏറ്റവർക്ക് മാത്രമേ ജഡത്തിൽ ആശ്രയിക്കാതിരിക്കാനും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുവാനും അതുപോലെ തന്നെ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുവാനും കഴിയുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. പലപ്പോഴും ഒച്ചപ്പാടും ബഹളവും, ഉറക്കെ പാട്ട് പാടുന്നതും ഉറക്കെ സ്തോത്രം ചെയ്യുന്നതും, വലിയ വാദ്യോപകരണങ്ങൾ കൊണ്ട് വലിയ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കുന്നത് ആരാധനയാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. അത് ജഡത്തിലുള്ള ആരാധനയാണ്. അത് പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നു. പഴയ നിയമത്തിൽ ഏതെല്ലാം വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടുകൂടിയായിരുന്നു കോരഹപുത്രന്മാരൊക്കെ ദൈവത്തെ പാടി സ്തുതിച്ചിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ
ബൈബിളിൽ ഒരിടത്ത് പോലും പുതിയ നിയമത്തിൽ അങ്ങനെ ഒച്ചപ്പാടും ബഹളവും അതുപോലെ തന്നെ വാദ്യോപകരണങ്ങളും അങ്ങനെയുള്ള അലർച്ചയും കൂവിച്ചയും ഒന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. അത് ജഡത്തിലുള്ള ആരാധന അല്ലെങ്കിൽ പാട്ട് എന്ന് പറയുന്നത് പഴയ നിയമത്തിന്റെ ഒരു പ്രമാണമാണ്. അതിനെയാണ് കർത്താവ് പറഞ്ഞത്, ഇനി ആ മലയിലുമല്ല. പുതിയ നിയമത്തിൽ ആരാധനയ്ക്ക് സ്ഥലമില്ല. അത് ഹൃദയത്തിൽ നിന്നുളവാകുന്നതായ വീണ്ടും ജന്മം പ്രാപിച്ചതായ ആളുകൾ, പുതിയ ഹൃദയം ലഭിച്ചതായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഹൃദയ പരിച്ഛേദന ലഭിച്ചതായിട്ടുള്ള ആളുകൾ, അവർ ജഡത്തിൽ ആശ്രയിക്കാതെ ആത്മാവിൽ ആശ്രയിച്ച് ക്രിസ്തുയേശുവിൽ പ്രശംസിച്ച് ജീവിക്കുന്ന ജീവിതമാണ്. ഇത് സത്യ ഉപദേശമാണ്. ഇങ്ങനെ ഉപദേശിക്കാത്ത ആളുകൾ എന്ന് പറയുന്നവരെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ നായ്ക്കൾ അല്ലെങ്കിൽ ആടുകളെ തങ്ങളുടെ പിന്നാലെ വലിച്ചുകൊണ്ടു പോകുന്നതായിട്ടുള്ള കൊടിയ ചെന്നായ്ക്കൾ എന്ന് ദൈവവചനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അവരെ സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് പഠിച്ചതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സന്തോഷിക്കാം, കർത്താവിൽ സന്തോഷിക്കാം. നമ്മുടെ ചുറ്റും നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ഒരുപക്ഷെ ഭയപ്പെടുത്തുന്നതായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് എത്തി വന്നിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ കർത്താവിൽ നമുക്ക് സന്തോഷിക്കാൻ എപ്പോഴും അവസരമുണ്ട്. നാം സൂക്ഷിക്കേണ്ടവരെ ഒക്കെയും സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അവരോട് ഇടപെടുമ്പോൾ, അവരോട് സംസാരിക്കുമ്പോൾ, അവരുടെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ എല്ലാം നാം വളരെ ശ്രദ്ധയോടെ ഇരുന്നില്ലെങ്കിൽ അവരുടെ പിന്നാലെ നാം വലിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ യഥാർത്ഥ ഹൃദയപരിച്ഛേദന ലഭിച്ച ആളുകളായി നമുക്ക് ദൈവസന്നിധിയിൽ ജീവിക്കാം. അവന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.